നമസ്കാരം, ആർജിൽ ഹോം കെയറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ലിവറാണ്. ഈ ലിവറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഒരുപക്ഷെ നമ്മൾ നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രം പോരാ, ബെൽ ബട്ടൺ അമർത്തുകയും വേണം. എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലിവർ ഫെയിലിയറിൻ്റെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് ജോണ്ടിസ് ആണ്. അതായത് ശരീരം ഒരു മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാധാരണ കാണപ്പെടുന്ന അവസ്ഥയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബിലിറൂബിൻ്റെ അളവ് നമുക്ക് രക്തത്തിലൂടെ പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ്. അതിൻ്റെ അളവ് സാധാരണ കൂടുന്നത് കൊണ്ടാണ് ഈ ഒരു മഞ്ഞ നിറം കാണപ്പെടുന്നത്. എന്നാൽ ചില ആളുകൾ ഇത് കൂടാതെ തന്നെ നമ്മൾ കണ്ണിൽ നോക്കുകയാണെങ്കിൽ കണ്ണിൽ ഒരു മഞ്ഞ നിറം കാണും. സാധാരണ വെള്ള നിറമുള്ള കണ്ണിൽ ഒരു മഞ്ഞ നിറത്തിലേക്ക് മാറും. ഇതും ശരീരത്തിൽ ബിലിറൂബിൻ്റെ അളവ് എക്സസ് ആയിട്ട് വരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരമൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇത്തരമൊരവസ്ഥ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണമാണ് വയർ ഇങ്ങനെ പെരുകി വരിക എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കാലുകൾ നോക്കുകയാണെങ്കിൽ കാലിലെല്ലാം നമുക്ക് ഒരു നീര് കാണാൻ പറ്റും. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ ആൽബുമിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. ബ്ലഡ് ടെസ്റ്റ് നടത്തി ആൽബുമിൻ്റെ അളവ് നമ്മൾ നോക്കുക. സാധാരണ നമുക്കറിയാം ആൽബുമിൻ്റെ അളവ് രക്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ലിവറാണ്. അപ്പോൾ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ രക്തത്തിൽ ആൽബുമിൻ്റെ അളവ് കുറയുക. അതുമൂലം ഈ ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. അതായത് കാൽപാദങ്ങളിൽ നീര്, വയറിന് വീക്കം, അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി കാണുന്ന മറ്റൊരു ലക്ഷണമാണ് ബ്രൂയിസിങ്. അതായത് നമുക്കറിയാം ലിവറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുക എന്നത്. ഈ ഒരു അവസ്ഥയിൽ ആ ഒരു പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കാൻ കഴിയാതെ വരികയും അതുമൂലം സാധാരണ സംഭവിക്കുന്നത് നമ്മൾ ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ നമ്മൾ ബ്ലഡ് കട്ട പിടിച്ച് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ ഇവിടെ ഒരു രക്തത്തിൻ്റെ നിറം കാണാൻ സാധിക്കും. ഇതിനാണ് നമ്മൾ ബ്രൂയിസിങ് എന്ന് പറയുന്നത്. അതേപോലെ നാം പലപ്പോഴും നോട്ട് ചെയ്യാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ശരീരമാകമാനം ചൊറിച്ചിലുണ്ടാവും. പലപ്പോഴും ആളുകൾ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മറ്റ് അസുഖമൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കും. പ്രൂറൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഈ ഇച്ചിങ് ഉണ്ടാകുന്നതിൻ്റെ മെയിൻ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിവറിൻ്റെ ഫംഗ്ഷൻ തകരാറിലാകുന്നത് മൂലം. ലിവറാണ് സാധാരണ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ബൈൽ ആസിഡ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നത് മൂലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നത് മൂലം പ്രൂറൈറ്റിസ് ഉണ്ടാകും. പ്രൂറൈറ്റിസ് എന്നത് നമുക്കറിയാം ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകുകയാണ് ചെയ്യുന്നത്. അധികമായിട്ട് മറ്റ് അസുഖങ്ങളിൽ ഈ ഒരു ചൊറിച്ചിൽ മാറാത്ത അവസ്ഥയിൽ നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. ബ്രൂയിസിങ് ആകുമ്പോൾ കുറച്ച് ഒരു വലിയ അടയാളമായിട്ട് കാണപ്പെടും, രക്തം കട്ട പിടിച്ച പോലെ. അല്ലാതെ തന്നെ നമുക്ക് പെറ്റയ്ക്ക് പർപ്യൂറ എന്നൊക്കെ പറയും. പർപ്യൂറ, പെറ്റയ്ക്ക് അതിൻ്റെ സൈസ് അനുസരിച്ച് പറയുന്നതാണ്. അപ്പോൾ ആ ഒരു അവിടെ ഇവിടെ റെഡ് സ്പോട്ടുള്ള കുത്തുകൾ, അതേപോലെ തന്നെ പാമാർ എരിത്തിമ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കൈ എടുത്തു വെക്കുകയാണെങ്കിൽ കൈപ്പത്തിക്കകത്ത് നല്ല രീതിയിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ചുവന്നിരിക്കുക. ഇതൊക്കെ ക്ലോട്ടിങ്ങുമായിട്ടും അല്ലെങ്കിൽ ത്രോംബോസൈറ്റോപീനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഇനി മറ്റ് ലക്ഷണം എന്ന് പറയുന്നത് ക്യാപുട്ട് മെഡിസിൻ, അതായത് നമ്മുടെ പൊക്കിളിന് ചുറ്റും ഞരമ്പുകൾ വീർത്ത രൂപത്തിൽ കാണപ്പെടുക. അതോടൊപ്പം തന്നെ ഹെപ്പാറ്റോമെഗാലി, ലിവർ വലുതായിട്ട് നമുക്ക് തന്നെ തോന്നുക. അതോടൊപ്പം തന്നെ സ്കാനിങ് അതേപോലെ തന്നെ എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ അത് തെളിഞ്ഞ് കാണാവുന്നതാണ്. സ്പൈഡർ നേവി, അതേപോലെ ചെറിയ ചിലന്തി വലയ്ക്കുള്ള ആ ഒരു രൂപത്തിൽ ബ്ലഡ് വെസൽ കാണപ്പെടുക, ചുവന്ന രൂപത്തിൽ കാണപ്പെടുക. ഇതിന് നമ്മൾ സ്പൈഡർ നേവി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം ശരീരത്തിലെ ഈസ്ട്രജൻ്റെ ലെവല് കൂടുന്നതാണ്. അതേപോലെ തന്നെ ഗൈനക്കോമാസ്റ്റിയ, ആണുങ്ങളുടെ ബ്രസ്റ്റിൻ്റെ വലിപ്പം കൂടി വരിക, ഈ ഒരു കണ്ടീഷനിൽ ഉണ്ടാകുന്ന അതും ഈസ്ട്രജൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ലിവർ ഫെയിലിയർ ഉണ്ടാകുന്ന ആളുകൾ കാണുന്ന മറ്റൊരു പ്രധാന ലക്ഷണമാണ് ലൂക്കോനെക്കിയ. അതായത് നമ്മുടെ നഖം വെള്ള കളർ കാണപ്പെടുക. സാധാരണ പിങ്ക് രീതിയിൽ കാണപ്പെടേണ്ട നഖം വെള്ള ആയിട്ട് കാണപ്പെടുകയാണ് ലൂക്കോനെക്കിയ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ വിരലിൽ കാണപ്പെടുന്ന മറ്റൊരവസ്ഥയാണ് നെയിൽ ക്ലബിംഗ്. ഇത് പല റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കാണാമെങ്കിലും ഈ മറ്റ് ലക്ഷണങ്ങൾ കൂടി നെയിൽ ക്ലബിംഗ്, അതായത് നമ്മളെ വിരലിൻ്റെ അറ്റഭാഗം ഒരുമാതിരി തടിച്ച രീതിയിൽ എല്ലാ വിരലും കാണപ്പെടുന്നതിനാണ് നമ്മൾ ക്ലബിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു അവസ്ഥയിൽ കാണപ്പെടുകയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ആസ്റ്ററിക്സ്, അതായത് നമ്മളെ കൈ പ്രത്യേകമായിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കൈ താഴ്ത്തിയിട്ട് മുകളിലോട്ട് കണ്ണടച്ച് ഉയർത്തി പിടിക്കുകയാണെങ്കിൽ പതുക്കെ താഴോട്ട് ഒരു വിറയൽ വരും. ഇത് മറ്റ് ന്യൂറോളജിക്കൽ കണ്ടീഷനിലും മറ്റ് അസുഖങ്ങളിലും കാണാമെങ്കിലും വിറയൽ അനുഭവപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം തന്നെ കാണുന്ന മറ്റ് ലക്ഷണങ്ങളാണ് ബ്രോൺസ് ഡയബറ്റിസ്, അതായത് ശരീരത്തിൽ അയണിൻ്റെ അളവ് കൂടുന്നത് മൂലം കൈഭാഗങ്ങളൊക്കെ ഒരു നല്ല കറുത്ത രൂപത്തിൽ, അല്ലെങ്കിൽ അവിടെ ഒരു അക്കുമുലേഷൻ ഉണ്ടാകുന്നുണ്ട്, കറുത്ത രൂപത്തിൽ കാണപ്പെടുന്നു. ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം നേടാൻ മടിക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും എന്ന് പ്രതീക്ഷയുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ ഫ്രം റാസിഖ് ഇക്ബാൽ. താങ്ക് യു.